കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടും പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. എന്നാൽ ഈ പുരോഗതിക്കിടയിലും ചില കണക്കുകൾ നമ്മുടെ ശ്രദ്ധ അടിയന്തരമായി ക്ഷണിക്കുന്നു. 2024 കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പുതുതായി 1213 HIV കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മൊത്തം HIV ബാധിതരുടെ എണ്ണം 23,608 ഉയർന്നു. ഈ കണക്കുകൾ വലിയ ഞെട്ടലായിരിക്കെ ഇതിലും വലിയ ആശങ്ക നൽകുന്നത് 15നും 24നും ഇടയിൽ പ്രായമുള്ള യുവതലമുറയിലെ വർധനവാണ്. HIV വ്യാപനത്തിന്റെ ഗതി സൂചിപ്പിക്കുന്നതിൽ ഈ പ്രായപരിധിയിലുള്ളവരുടെ കണക്കുകൾക്ക് നിർണായക സ്ഥാനമുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം, സുരക്ഷിത ലൈംഗിക ബന്ധം എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ കേസുകളുടെ വർധനവ് സമൂഹം നേരിടുന്ന വെല്ലുവിളിയുടെ ആഴം വ്യക്തമാക്കുന്നു. 2022-2023 കാലയളവിൽ ഈ പ്രായപരിധിയിൽപ്പെടുന്നവർ പുതിയ കേസുകളുടെ 9% മാത്രമായിരുന്നെങ്കിൽ 2025 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ ഇത് 15.4% കുതിച്ചുയർന്നു. ഇതൊരു സാധാരണ വർധനവല്ല, മറിച്ച് അടിയന്തര ശ്രദ്ധ ആവശ്യമായ ഒരു അപകട സൂചനയാണ്. ഈ വർധനവ് സ്കൂളുകളിലും കോളേജുകളിലും നൽകുന്ന ആരോഗ്യ ലൈംഗിക വിദ്യാഭ്യാസ പരിപാടികൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിലെ സാമൂഹികമായ മടിയും ശരിയായ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ തെറ്റായ സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന യുവജനങ്ങളും ഈ വർധനവിന് കാരണമായേക്കാം. HIV വ്യാപന സാധ്യത കൂട്ടുന്ന ഒരു പ്രധാന ഘടകമായി വിലയിരുത്തുന്നത് കേരളത്തിന്റെ അതിരുകൾ കടന്നുള്ള ജനങ്ങളുടെ ഒഴുക്കാണ്. തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി മലയാളികൾ ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നു. അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും വർദ്ധിച്ച തോതിലുള്ള കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്വന്തം വീടും കുടുംബവുമായി അകന്നു കഴിയുന്ന വ്യക്തികൾ പുതിയ സാഹചര്യങ്ങളിൽ സാമൂഹികവും ലൈംഗികപരവുമായ ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ദൂരദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ അവസ്ഥയിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. വ്യത്യസ്തമായ ആരോഗ്യ സമ്പ്രദായങ്ങളും ലൈംഗിക സമീപനങ്ങളുമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ HIV പ്രതിരോധ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കുടിയേറ്റം കാരണം കേരളം ഒരു പോക്കറ്റ് ഏരിയ അഥവാ HIV വ്യാപന സാധ്യത കൂടുതലുള്ള പ്രദേശമായി മാറാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു. അതിനാൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ HIV പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4477 പേരിലാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3393 പുരുഷന്മാരും 1065 സ്ത്രീകളും 19 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു. ഈ കണക്കുകൾ ലൈംഗികാരോഗ്യത്തിലെ ലിംഗപരമായ അസമത്വം വ്യക്തമാക്കുന്നതാണ്. പുതിയ കേസുകളിൽ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടേതിനേക്കാൾ 3 ഇരട്ടിയിലധികം ആണെന്നതും ശ്രദ്ധേയമാണ്. ഇതിന് കാരണം പുരുഷന്മാർക്കിടയിലെ വർദ്ധിച്ച ലൈംഗിക പങ്കാളികളുടെ എണ്ണം, സ്വവർഗരതി എന്നിവയാകാം. ഏറ്റവും പ്രധാനമായി രോഗം പകർന്ന വഴികൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് വെളിപ്പെടുന്നത്. 62.6% അണുബാധ ഉണ്ടായത് ഒന്നിലധികം പങ്കാളികളുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയാണ്. 24.6% സ്വവർഗരതിയിലൂടെയും 8.1% സൂചി പങ്കിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയുമാണ് രോഗം കിട്ടിയത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളാണ് ഇപ്പോഴും HIV വ്യാപനത്തിന്റെ പ്രധാന കാരണം. ഇത് സൂചിപ്പിക്കുന്നത് കോണ്ടം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവുകളും അതിന്റെ ഉപയോഗവും വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയാണ്. സ്വവർഗാനുരാഗികൾക്കിടയിലെ വർധനവ് ഈ വിഭാഗത്തിൽ പ്രത്യേകമായി ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികളും പരിശോധനകളും എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. HIV എയ്ഡ്സിനെക്കുറിച്ചുള്ള നിരവധി മിഥ്യാധാരണകൾ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്ന ഒരു വൈറസാണ്. എന്നാൽ എയ്ഡ്സ് അഥവാ അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നത് HIV ബാധിച്ച ഒരു വ്യക്തിയുടെ പ്രതിരോധ സംവിധാനം അപകടകരമായ നിലയിൽ ദുർബലമാകുമ്പോൾ സംഭവിക്കുന്ന രോഗാവസ്ഥയുമാണ്. ഈ 2 പദങ്ങളെയും പലപ്പോഴും ഒന്നായി കണക്കാക്കാറുണ്ട്. എന്നാൽ HIV ബാധിതനായ ഒരാൾക്ക് ചികിത്സയിലൂടെ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് പോകാതെ സാധാരണ ജീവിതം നയിക്കാൻ ഇന്ന് സാധിക്കും. ആന്റി റിട്രോവൈറൽ തെറാപ്പി പോലുള്ള ചികിത്സകൾ ഇന്ന് ഫലപ്രദമാണ്. കൃത്യമായ സമയത്തുള്ള രോഗനിർണയം,
ചികിത്സ എന്നിവയിലൂടെ വൈറസിന്റെ അളവ് കണ്ടെത്താനാവാത്ത നിലയിലേക്ക് കുറയ്ക്കാനും സാധിക്കും. വൈറസ് ലോഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ലൈംഗിക ബന്ധത്തിലൂടെ മറ്റൊരാളിലേക്ക് വൈറസ് പകർത്താനുള്ള സാധ്യതയും 0ആണ്. ഈ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ HIV കണക്കുകളിലെ വർധനവ്, പ്രത്യേകിച്ച് യുവജനതയ്ക്കിടയിലെ നിരക്ക് നമ്മെ ഉണർത്തേണ്ട ഒരു മുന്നറിയിപ്പാണ്. ഇതിനെ നേരിടാൻ സമഗ്രമായ ഒരു സമീപനമാണ് ആവശ്യം. ലൈംഗിക വിദ്യാഭ്യാസം ശാസ്ത്രീയമായ രീതിയിൽ തെറ്റിദ്ധാരണകൾക്ക് ഇട നൽകാത്ത തരത്തിൽ സ്കൂൾ തലത്തിൽ തന്നെ തുടങ്ങുന്നതിന് പാഠ്യപദ്ധതി പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടിയേറ്റ തൊഴിലാളികൾക്കായി അവരുടെ പ്രാദേശിക ഭാഷകളിൽ HIV ബോധവൽക്കരണ പരിപാടികളും സൗജന്യ പരിശോധനാ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതിലൂടെ കുടിയേറ്റ തൊഴിലാളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. HIV ബാധിക്കാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് പോലുള്ള പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കണം. HIV പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നത് കേവലം സർക്കാർ ഏജൻസികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ വ്യക്തിയും സുരക്ഷിത ലൈംഗിക ബന്ധം പാലിക്കുകയും പരിശോധനകൾ നടത്താൻ മടി കാണിക്കാതിരിക്കുകയും രോഗബാധിതരോട് വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് ഒരു സാമൂഹിക കടമ കൂടിയാണ്. യുവതലമുറയിൽ വർദ്ധിക്കുന്ന ഈ ഭീഷണിയെ തടയാൻ തുറന്ന സംഭാഷണങ്ങളിലൂടെയും കൃത്യമായ അവബോധത്തിലൂടെയും നമുക്ക് സാധിക്കണം. നാളത്തെ ആരോഗ്യമുള്ള കേരളത്തിനായി ഇന്ന് നാം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ.